വാർത്തകളിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചു. വാളാട് വെള്ളാരംകുന്ന് തോമസ് എന്ന സാലുവാണ് മരിച്ചത്. കടുവയുടെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഇടത് തുടയെല്ല് പൊട്ടുകയും ഗുരുതരമായി മുറിയുകയും ചെയ്തിരുന്നു. കർഷകന്റെ മരണത്തോടെ പ്രതിഷേധം ശക്തമായി. വെള്ളാരംകുന്നിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. കടുവയെ കൂടുവെച്ച് പിടിക്കാനായില്ലെങ്കിൽ മയക്കുവടി വയ്ക്കാൻ വനം വകുപ്പ് ഉത്തരവിറക്കി. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, വലിയ പ്രതിഷേധം കർഷകന്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെ ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ കടുവയെ പിടിക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. കൂടുവെച്ച് പിടിക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ടോ? മയക്കുവെടിയാണെങ്കിൽ ദൗത്യസംഘം രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടിവരുമോ? രേണുക, തീർച്ചയായും അത്തരം നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. കർഷകനായ തോമസ് എന്ന സാലു രാവിലെ കൃഷിയിടത്തിൽ ഇറങ്ങിയതായിരുന്നു. ആ സമയത്താണ് കടുവയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. തുടർന്ന് വളരെ നേരം കഴിഞ്ഞ ശേഷമാണ് മറ്റുള്ള ആളുകൾ ശ്രദ്ധയിൽ പോലും ഇത് പെട്ടത്. രാവിലെ തന്നെ കടുവ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന ചില സൂചനകൾ ലഭിച്ചിരുന്നു. പലരും കണ്ടിരുന്നു. എന്നാൽ ഏത് ഭാഗത്തേക്കാണ് കടുവ പോയെന്ന് അറിയില്ലായിരുന്നു. പല കർഷകരും ആയ സമയമായിരുന്നു ഇത്. എന്തായാലും ദൗർഭാഗ്യവശാൽ സാലുവിന് നേരെ ആക്രമണം ഉണ്ടാകുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഉടൻ തന്നെ ആദ്യം വയനാട് മെഡിക്കൽ കോളേജിലും അതിനുശേഷം ഗുരുതര അവസ്ഥയായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ഈ മുറിവ്, കടുവ ആക്രമിച്ചുണ്ടായ മുറിവ് തന്നെയാണോ മരണ കാരണം? ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? അദ്ദേഹത്തിന് ആക്രമണത്തിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹൃദയാഘാതം ഉണ്ടായിരുന്നു. ഭയത്താൽ ഉണ്ടായ മറ്റേതെങ്കിലും സാഹചര്യമാണോ മരണത്തിലേക്ക് നയിച്ചത്? രേണുക, തീർച്ചയായും ഇത്തരത്തിലുള്ള അപകടത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് രക്തസമ്മർദ്ദം ഉയരുകയും ദേഹാസ്വാസ്ഥ്യം കാണിക്കുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹത്തെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലേക്ക് കയറ്റിയത്. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന്റെ രോഗാവസ്ഥ ഗുരുതരമാകുകയും രക്തസമ്മർദ്ദം ഉയരുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ ആശുപത്രി അധികൃതർ നൽകുന്ന പ്രാഥമികമായ വിവരം. എന്തായാലും അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ. മുറിവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ദേഹാസ്വാസ്ഥ്യവും രക്തസമ്മർദ്ദവും ഉയർന്നത് തന്നെയാണ് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പോൾ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. കർഷകർ നിലവിൽ അവിടെ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞു വെച്ചു. ഇതിനിടയിൽ തന്നെ ഈ മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള യോഗങ്ങൾ, ഉന്നതതല യോഗങ്ങൾ വനംവകുപ്പിന്റെ രംഗത്ത് നടക്കുന്നുണ്ട്. കാരണം വളരെ പൊടുന്നതിനെ തന്നെ ഈ കടുവയെ വെടിവെക്കാൻ കഴിയില്ല. അതിന് ചില നിയന്ത്രണങ്ങളും ചില രീതികളുമുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ കടുവയെ മയക്കുവെടി വെക്കാൻ പോലും ആവുകയുള്ളൂ. കൂട് സ്ഥാപിക്കണമെങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങൾ ആകേണ്ടതുണ്ട്. തുടർന്ന് അത്തരം നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയാണ് കണ്ണൂർ CCF ഇത്തരത്തിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കടുവയെ ഒരുപക്ഷെ കൂട് വെച്ച് പിടികൂടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മയക്കുവെടി വെച്ചിട്ടുള്ളത്. കാരണം കടുവ മറ്റ് മൃഗങ്ങളെ ഒന്നും ആക്രമിക്കുകയോ ഇരയാക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ആ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാമെന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് അധികൃതർ എത്തിയിട്ടുള്ളത്. ഇനി അത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ തന്നെ വനംവകുപ്പ് നടത്തേണ്ടതുണ്ട്. വലിയ ഭയം ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മരണം, ദാരുണമായ ഒരു മരണം, അതിന്റെ വലിയ ആഘാതവും വിഷവും ഒക്കെയുണ്ട്. ഇപ്പോൾ പ്രതിഷേധം, ഈ കടുവയെ പിടിക്കാം, അതിന് മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് വരെ പോകാം എന്ന ഒരു തീരുമാനമായതോടെ ആ പ്രതിഷേധം അല്പമെങ്കിലും ഒന്ന് ഇപ്പോൾ ശമിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോൾ ഈ വിവരം ഔദ്യോഗികമായി വനംവകുപ്പിന്റെ അധികൃതർ അവിടെ പ്രാദേശിക തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും അവർ കർഷകരോട് കാര്യങ്ങൾ വിശദമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. താൽക്കാലികമെങ്കിലും ആ പ്രതിഷേധം, കാരണം രാവിലെ നടന്ന സംഭവമാണ്. കർഷകരെ സംബന്ധിച്ച് വളരെ പെടുന്നതിനെ തന്നെ ഇതിന് മറുപടി വേണം. കടുവയെ വെടിവെക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സാങ്കേതികമായി സമയതടസ്സം അവരെ സംബന്ധിച്ച് ബോധ്യപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് കടുവയെ വെടിവെക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സാങ്കേതികമായ നിയമതടസ്സവും സമയതടസ്സവുമാണ് ഈ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. പിന്നെ സാലുവിന്റെ മരണത്തോടെ അത് പ്രതിഷേധം കടുക്കുകയായിരുന്നു. എന്നാലും ഈ വിവരം മയക്കുവെടി വെക്കുമെന്ന വിവരം ഈ കർഷകരെ അറിയിച്ചതോടെ ഈ പ്രതിഷേധത്തിന് ശമനം വന്നിട്ടുണ്ട്. എന്നാലും
മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാതെ ഈ പ്രദേശത്ത് നിന്ന് വനംവകുപ്പിന്റെ മാറ്റം അനുവദിക്കില്ല എന്ന നിലപാട് കർഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം ശമിച്ചിട്ടുണ്ട്. വനംവകുപ്പ് അധികൃതർ കൂടുതൽ തെരച്ചിലിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ടായി കഴിഞ്ഞാൽ, ഇരുട്ട് പടർന്നു കഴിഞ്ഞാൽ ഈ തെരച്ചിൽ സാധ്യമല്ല. അതുകൊണ്ട് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നിരീക്ഷണ കാര്യങ്ങൾ കർശനമാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. നാളെ രാവിലെ വളരെ നേരത്തെ തന്നെ തെരച്ചിൽ ആരംഭിക്കാനുമായിരിക്കും വനംവകുപ്പിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ. അപ്പോൾ കൂട് സ്ഥാപിക്കുക തുടങ്ങിയ നടപടികൾ ഇന്നുണ്ടാകാൻ സാധ്യതയില്ല അല്ലേ? ഒരുപക്ഷെ കൂട് സ്ഥാപിച്ചേക്കാം. പക്ഷേ ഈ കടുവയുടെ ഒരു രീതി അനുസരിച്ച് ഇതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ പ്രദേശത്ത് ഇര തേടിയിട്ടില്ല. അപ്പോൾ ഇതിനെ ഇരയെ വെച്ച് കൂട് വെച്ച് പിടികൂടുക എത്രത്തോളം സാധ്യമാണെന്ന് അറിയില്ല. എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു കൂട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. മയക്കുവെടിക്ക് മുമ്പ് തന്നെ ഈ കൂട് വെച്ചുള്ള ഒരു ശ്രമം കൂടി ഇവർ നടത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത്ര ഒരു ശ്രമം കൂടി നടത്താം. ക്യാമറകൾ സ്ഥാപിക്കുക അത് പെട്ടെന്ന് സാധ്യമാകുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് അങ്ങനെ ഒരു നിരീക്ഷണം സാധ്യമാകുമല്ലോ. എന്തായാലും മയക്കുവെടി വെക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ സാധാരണ രീതിയിൽ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നതിന്റെ മുന്നോടിയായി തന്നെയാണ് ഈ കൂടുകൾ സ്ഥാപിക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ഈ കടുവയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യപ്പെടലിനൊക്കെ വേണ്ടിയിട്ടാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വളരെ ജനവാസ പ്രദേശമാണ്. കടുവ ആരോഗ്യമുള്ളവനാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി അല്ലാതെ മറ്റു മാർഗങ്ങൾ ഈ കടുവയെ കീഴ്പ്പെടുത്താനില്ല എന്ന് അറിഞ്ഞുകൊണ്ടാവണം ഒരുപക്ഷെ മയക്കുവെടി വയ്ക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വളരെ പെട്ടെന്നൊന്നും ഈ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളിലേക്കല്ല ആദ്യം പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് മയക്കുവെടി വെക്കാനുള്ള നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് തന്നെയായിരിക്കും വനംവകുപ്പ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചെയ്യുക. എന്നാൽ കൂട് സ്ഥാപിക്കലും ഇതിനോടൊപ്പം തന്നെ നടക്കാനും സാധ്യതയുണ്ട്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രദേശത്തെ ആശങ്ക വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്താനും മറ്റും ജനങ്ങളോടും പ്രദേശവാസികളോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേണുക, നമ്മളവിടെ കഴിഞ്ഞ ഇപ്പോൾ നമുക്കൊപ്പം മിനിസ്റ്റർ ചേരുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഒരു ദാരുണമായ സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായത്. കടുവയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യക്തി മരിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ആ സ്ഥലത്തുണ്ട്. ഇപ്പോൾ കടുവയെ പിടിക്കാനും മയക്കുവെടി വെക്കാനും ഒക്കെയുള്ള ഉത്തരവിറങ്ങി എന്ന് പറയുന്നു. പക്ഷേ ആളുകൾക്ക് വലിയ ആശങ്കയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യം മനസ്സിലാക്കുന്നത്? ഒരു പാവപ്പെട്ട കർഷകൻ മരിക്കാനിടയായ സംഭവം വളരെ വേദനാജനകവും ദൗർഭാഗ്യകരവുമാണ്. കടുവയെ അതിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയ സമയം മുതൽ അതിനെ കണ്ടെത്താനും അതിന്റെ സഞ്ചാരം സൃഷ്ടിക്കാനും വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കഴിവിന്റെ പരമാവധിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കാനിടയത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. ഇതേ തുടർന്നുള്ള അനന്തര നടപടികൾ ത്വരിതപ്പെടുത്താൻ കൂടുവെച്ച് പിടിക്കാനുള്ളത് ഉൾപ്പെടെ ആവശ്യമായി വന്നാൽ മയക്കുവെടി വെക്കാൻ ഉൾപ്പെടെയുള്ള ഉത്തരവുകൾ ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായത് ഉത്തരവ് കിട്ടാനുള്ള കാലതാമസമായിരുന്നു. ഇന്ന് കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് ആശ്വാസമായി ലഭിക്കേണ്ട ധനസഹായത്തിന്റെ 50% വരുന്ന 5 ലക്ഷം രൂപ ഉടനെ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവരാലാവുന്ന വിധത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് നടത്തുക. അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടാവില്ല. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് മനസ്സിലാക്കി ജനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ പിന്തുണയും സഹകരണവും നൽകണമെന്നാണ് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായും ഈ ഇപ്പോൾ പിടികൂടാനുള്ള നടപടികൾ, മയക്കുവെടി വെക്കാനുള്ള നടപടികൾ, അതിന് ഉത്തരവിറങ്ങിയിരിക്കുന്നു. എപ്പോഴേക്ക് അത് സാധ്യമാകുമെന്നാണ് കരുതുന്നത്? ഇന്നിനിപ്പോൾ വെളിച്ചം കുറഞ്ഞു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇന്നത്തെ ഈ തെരച്ചിൽ നിർത്തിവെച്ചില്ല. രാത്രിയായാൽ കാട്ടിലേക്ക് പോകാനുള്ളൊരു പ്രയാസമുണ്ടോ എന്നറിയില്ല. എന്നാലും രാത്രിയും പകലുമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ആനയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ അഹോരാത്രം പാടുപെട്ടവരാണ് അവർ.
അവരുടെ ആത്മാർത്ഥതയെ ദയവായി സംശയിക്കരുത്. അല്ല അല്ല നമ്മൾ ചോദിച്ചതാ സാഹചര്യം എന്താണെന്ന് ചോദിച്ചതാണ് മിനിസ്റ്റർ. ഇവിടെ ഇപ്പോൾ അല്ല, നമുക്ക് സ്കോഡ് അധികം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ശരി, ഓക്കെ മിനിസ്റ്റർ. ഒരു കാര്യം കൂടി മിനിസ്റ്റർ കേൾക്കാമോ? മിനിസ്റ്റർ, കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ നമ്മൾ ആനയെ പിടിക്കാൻ PM2വിനെ പിടിക്കാൻ വലിയ ദൗത്യം വേണ്ടി വന്നത്. അത് ശ്രമകരമായ ദൗത്യമായിരുന്നു. അതങ്ങനെ പൂർത്തിയായി. ഇപ്പോൾ കടുവ, അതിനെയും മയക്കുവെടി വെച്ച് പിടിക്കണം. ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ പ്രദേശത്തെയൊക്കെ ആളുകൾക്ക് വലിയ ആശങ്കയും ബുദ്ധിമുട്ടുകളും ഒക്കെ സൃഷ്ടിക്കുന്നു. അവിടെ മാത്രമല്ല, പാലക്കാടും ഒക്കെ സമാനമായ സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. പക്ഷെ കൂട്ടായി വരുമ്പോൾ നമ്മളെ പ്രതിരോധത്തിന് വേണ്ടി നിർമ്മിച്ച എല്ലാ ഘടകങ്ങളെയും അവർ തന്നെ തകർത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കുറെ കൂടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്നതാണ്. അത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഫണ്ട് അനുവദിക്കുന്ന കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ശ്രമിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മാർഗം. ശരി, വളരെ നന്ദി മിനിസ്റ്റർ, ഞങ്ങളോട് സഹകരിച്ചതിന്, പ്രതികരിച്ചതിന്. എന്തായാലും ഈ ദൗത്യം, കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം, അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെയും വിലയിരുത്തി വരികയാണ് എന്നതാണ് മിനിസ്റ്റർ പറയുന്നത്. അടിയന്തര ധനസഹായം ആ കുടുംബത്തിന് ലഭിക്കാനുള്ള, മരിച്ച കർഷകന്റെ കുടുംബത്തിന് ലഭിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കും എന്നതാണ് മിനിസ്റ്റർ പറയുന്നത്.